കാണാൻ കഴിയുകയില്ലായിരുന്നു. ഒരു കണ്ണ്. ഏത് കണ്ണായിരുന്നു? ഇടത്തെ കണ്ണ്. ഇടത്തെ കണ്ണ് കാണാൻ കഴിയുകയില്ലായിരുന്നു. ഇല്ല. ഹല്ലേലൂയ. എത്ര നാളായി ഇത് സംഭവിച്ചിട്ടാ? 2 കൊല്ലം. എങ്ങനെയാ ഇത് സംഭവിച്ചത്? കണ്ണ് സുഖേട്. ഇപ്പൊ ഒന്ന് വായിച്ചേ ഈ പേപ്പറിലുള്ളത്. ഇടത്തെ കണ്ണുകൊണ്ട് വായിച്ചാട്ടെ. ഇത് വായിച്ചേ. ആകയാൽ ലോകത്തിന് വന്നപ്പോൾ ഹനനയാഗവും വഴിപാടും നീ കൽപ്പിച്ചിട്ടില്ല. കരങ്ങളെ അടിച്ചുകൊണ്ട് 2 വർഷമായിട്ട് കണ്ണിൽ അസുഖം വന്ന് നഷ്ടപ്പെട്ടു പോയ കാഴ്ച ഇതാ കർത്താവ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ. യേശുവേ ആരാധന, ആരാധന. സഹോദരി സൗഖ്യം പ്രതീക്ഷിച്ചായിരുന്നോ ഇന്ന്? പ്രതീക്ഷിച്ചു. എവിടുന്നാ വരുന്നേ? എരുമമുണ്ട. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഞാൻ ഇന്നലെ ഇവിടെ വന്നായിരുന്നു. അപ്പൊ ഞാൻ മോളെ ഇന്ന് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ട്. ചേച്ചി ഇന്നലെ സൗഖ്യമായി? അതെ അതെ അതെ. ചേച്ചി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്ന. ഇന്നലെ ഇവളെ വിളിച്ചപ്പോ അവള് വന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇവളെ വിളിച്ച് ഇന്ന് എന്തായാലും നീ വാ, നിനക്ക് കാഴ്ച തിരികെ ലഭിക്കുമെന്നും പറഞ്ഞ് അവളെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നതാ. ഭർത്താവിനോട് വരാൻ പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ പോയി സൗഖ്യം പ്രാപിച്ചോ എന്ന് പറഞ്ഞു എന്നോട്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചോന്ന് യേശുവിന്. ഇന്നലെ ഈ അമ്മയെ യേശു സൗഖ്യമാക്കി. ആ അമ്മ 2 വർഷമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട ഈ മകളുമായി വന്നതാണ്. ആ മകളുടെ കണ്ണ് തുറന്ന് വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ. കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനായവനെ ഒന്ന് ആരാധിച്ചാട്ടെ നന്ദിയോടെ. എന്നാ സംഭവിച്ചേ? എന്നാ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ സംഭവിച്ചേ? കർത്താവിന്റെ മഹത്വം വന്ന് ഇറങ്ങി. ഓ, കരങ്ങളെ അടിച്ചോന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇതാ സാക്ഷ്യങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. സാക്ഷ്യങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. യേശു ജീവിക്കുന്ന പ്രിയമുള്ളവരെ. കർത്താവിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്താ പറ്റി മോനെ? നിന്റെ അമ്മയ്ക്ക് എന്നാ പറ്റി? കേട്ടില്ല. വീണു, മോമിന് വീണു, ബോള് പൊട്ടി. അത് ഓപ്പറേഷൻ ചെയ്തിപ്പോൾ കേടായി, നടക്കാൻ വയ്യ. 3 വർഷം കഴിഞ്ഞ് നടക്കത്തില്ല. യേശുവേ, പിടിക്കാൻ ബലമുണ്ടോ? യേശുവേ, ഈ കാലിലേക്ക് ശക്തി ഇറങ്ങട്ടെ. ഈ കാലിലേക്ക് മഹത്വം ഇറങ്ങട്ടെ. ഉയർത്തെഴുന്നേറ്റ നിതീഷ ഒന്ന് മാറ്റിക്കേ. യേശുവേ, ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. ഈ അമ്മ കാലി ചവിട്ടി നിൽക്കട്ടെ. 3 വർഷമായിട്ട് കിടക്കുന്നത് ഇന്ന് നടക്കട്ടെ. നിർത്തിക്കോ. കാലിന് ബലം വന്നു കഴിഞ്ഞു. കാലിന് ബലം വന്നു കഴിഞ്ഞു. ബലം വന്നു കഴിഞ്ഞു. നേരെ നിന്നോ, നേരെ നിന്നോ, നേരെ നിന്നോ. ചേട്ടൻ വിട്ടേരെ. ബലം വന്നു കഴിഞ്ഞു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. ഇതാ ചുമന്നുകൊണ്ട് വന്ന് അവിടെ നിൽക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥൻ എന്ന ആരാധന കൊടുക്കാൻ തുടങ്ങിക്കേ. 3 വർഷമായിട്ട് ചുമന്നുകൊണ്ട് നിന്നത് യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥനെ. ഒന്ന് നടന്നേ, ഒന്ന് നടന്നേ, ഒന്ന് നടന്നേ. കാലെടുത്ത് വെച്ചേ, എടുത്തെടുത്ത് വെച്ചേ. കാലെടുത്തെടുത്ത് വെച്ചേ, കാലെടുത്തെടുത്ത് വെച്ചേ. വാ വാ, യേശുവിന്റെ നാമത്തിൽ വാ, യേശുവിന്റെ നാമത്തിൽ വാ, വാ 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 വാ. യേശുവാ വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ. പോട്ടെ പോട്ടെ പോട്ടെ. യേശുവാ വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ. പോട്ടെ പോട്ടെ പോട്ടെ. യേശുവേ എന്ന് വിളിച്ചോ. കൈ രണ്ടും ഉയർത്തി പിടിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. പറക്ക വിളിക്കേ. കൈ ഉയർത്തി പിടിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ.
നടന്നേ, നടന്നേ, തുള്ളിയും ചാടിയും കൊണ്ട് നടന്നേ, കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് നടന്നേ. ചുമന്നുകൊണ്ട് വന്നതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ, യേശു ജീവിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്താട്ടെ. മോനെ അവിടെ ഇരുന്നേ അവിടെ. യേശുവെ എന്ന് വിളിച്ചേ. സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഓരോ മക്കളും പ്രാർത്ഥിച്ചേ, ഓരോ മക്കൾ. കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. അഴിയുകയാണ് ആ ശരീരത്തിൽ നിന്ന് ദുരാത്മ ബന്ധനങ്ങൾ. പൊട്ടി വീഴുകയാണ് ശരീരത്തിൽ നിന്ന്. വേഗത്തിൽ കൊണ്ടുവരിക അവരെ, വേഗത്തിൽ കൊണ്ടുവരിക, വേഗത്തിൽ കൊണ്ടുവരിക. ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ നിൽക്കുക. എത്ര വർഷമായി? 4 വർഷം. 4 വർഷമായി. പ്രാർത്ഥിച്ചോ ബ്രദറെ. ഒരാൾ പിടിക്കാൻ വേണ്ടി വന്നേ, ഇതിനെ പുറകെ പിടിക്കാൻ വേണ്ടി ഒരാൾ വന്നേ. ഓടി വരച്ചേ. വലിയ ദൈവമഹത്വം ഇറങ്ങുക. കത്തട്ടെ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി ഈ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. കത്തട്ടെ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പുറത്താക്കുന്നു. ഈ മകളുടെ ശരീരം ഫ്രീ ആകുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു നൽകിയ അധികാരത്തെ നിന്നെ ഞാൻ പുറത്താക്കുന്നു. 4 വർഷം കൊണ്ട് ആ ശരീരത്തെ ബന്ധിച്ച ദുരാത്മാക്കൾ ഇതാ ആ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞിളകിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേരെ. എന്നാ അവരെ സംഭവിക്കുന്നേ? ഇരുപത് വർഷമായിട്ടുള്ള ശ്വാസമുട്ടലുകൾ സൗഖ്യമാകുന്നു. ജോസ് ബ്രദറെ അനിഞ്ഞു കൊണ്ടുപോവാ. എന്നാ സംഭവിക്കുന്നേ അവിടെ? വേഗം കൊണ്ടുപോവാ. ഇതാ ശരീരത്തിൽ നിന്ന് പിശാചിന്റെ ബാധകൾ അഴിയുന്നു. നിങ്ങളൊന്ന് കണ്ടേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വം. ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് ഇളകുന്ന നിങ്ങളൊന്ന് കണ്ടേ. കർത്താവിന്റെ മഹത്വം കയറിയിട്ട് ഇരുട്ടിന്റെ ശക്തികൾ ഓരോന്നായിട്ട് ആ ശരീരത്തിൽ നിന്ന് അഴിയുന്നു. നിങ്ങളൊന്ന് കണ്ടേ. യേശു ജീവിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ. എന്നതാ ജോസ് ബ്രദർ ഈ പ്രകാരം സംഭവിക്കുന്നേ? ഈ കൊച്ചന്റെ ഇവിടെ മുതൽ ഞരമ്പിന് താഴെ വരെ ബലഹീനമായി കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ ബലഹീനത അഴിഞ്ഞു. ആമേൻ. ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിനകത്തുള്ള ജീവൻ ആ ഞരമ്പിനകത്തോട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആളിന് സൗഖ്യമായി കഴിഞ്ഞു. പൂർണ്ണ വിടുതൽ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞു. ബ്രദറെ, എന്തിനാ കരയുന്നേ? വേദനയുണ്ടോ ഇപ്പൊ അവിടെ കുനിഞ്ഞു നോക്കിയിട്ട്? ഉറക്കപ്പറ. വേദനയുണ്ടോ? ഇവിടെ അല്ലായിരുന്നോ വേദന? ഈ കാലിന്റെ ഇവിടം വരെ വേദനയല്ലായിരുന്നോ? ഇപ്പൊ ആ വേദന ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇവിടെ മുതൽ താഴോട്ട് കർത്താവ് സൗഖ്യമാക്കി. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഒന്ന് സ്വീകരിച്ച് യേശു ഇവിടെ വന്നിരിക്കുക. ശുശ്രൂഷകർ ഇറങ്ങി നടന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക കേട്ടോ. കേട്ടോ. തീ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു. എന്നാ ബ്രദർ വീക്കെ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചേ? വയറൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന മാതിരി. 4 വർഷമായി ബന്ധനത്തിലായിരുന്നു അല്ലേ? ആരാ വിടുവിച്ചേ? യേശു. സന്തോഷത്തോടെ പൊക്കോ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥനൊന്ന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. ലോകമെമ്പാടും ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ പിന്നെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തറയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചുങ്കത്തറയിൽ നിന്ന് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സമയത്ത് ടെലിവിഷനിലൂടെ കേൾക്കുന്നവർ, ഇൻ്റർനെറ്റിലൂടെ കേൾക്കുന്നവർ ഈ സമയത്ത് തയ്യാറായിക്കാട്ടെ. തുടർമാനമായിട്ട് ഈ ദേശങ്ങളിൽ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തുന്നതിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിൻ്റെ കൃപ അനുഭവിക്കുന്നു. ആ കൃപയുടെ വലിയ നിറവിലേക്ക് പിന്നെയും ജനകോടികൾ ഇറങ്ങേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് വീക്ഷിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി, നിലമ്പൂർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ തുടർമാനമായുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3 ചിന്തകളായിരുന്നു നമ്മൾ ഇന്നലെ പ്രധാനമായിട്ട് വിശദീകരിച്ച് കേട്ടത്. ഇന്ന് നമ്മൾ 10-ാമത്തെ അധ്യായത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. 8, 9, 10, 11 അധ്യായങ്ങൾ പ്രധാനമായിട്ട് വിഭജിക്കുന്നത് യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ കഴിച്ച യാഗത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അഹരോന്യ ക്രമത്തിലുള്ള ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലുള്ള യാഗങ്ങളുടെ ന്യൂനതയും യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ കഴിച്ച യാഗത്തിൻ്റെ ശ്രേഷ്ഠതയുമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 8 മുതലുള്ള അധ്യായങ്ങളിൽ പ്രധാനമായും വിവരിക്കുന്നത്. ഇന്ന് നമ്മൾ വിവരിക്കുവാൻ ആരംഭിക്കുന്നത് 10-ാമത്തെ അധ്യായമാണ്. ദയവായി ഈ സമയത്ത് 10-ാമത്തെ അധ്യായത്തിലേക്ക് എൻ്റെ കൂടെ നിങ്ങൾ കടന്നു വന്നാട്ടെ. 2015 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളും ഞാനും അറിയുന്നത് പോലെ യേശു വന്ന് ദിവ്യബലി തൻ്റെ ശരീരം മുഖേന അർപ്പിച്ചു എന്നുള്ളതിൻ്റെ കുറേ ആഴങ്ങൾ 10-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായിട്ട് 5 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ 1 മുതലുള്ള വാക്യങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടി ഞാനിവിടെ വായിപ്പിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തതുകൊണ്ട് ആണ്ടുതോറും ന്യായപ്രമാണം വരുവാനുള്ള കാര്യങ്ങളുടെ നിഴലായിരുന്നു. നിഴല് പൊരുള് വരുന്നത് വരെ വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. എന്നാൽ പൊരുൾ വന്ന ശേഷം നിഴലിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് യാതൊരർത്ഥവുമില്ല. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു, എന്നാൽ സാക്ഷാൽ സ്വരൂപം യേശുക്രിസ്തുവിലായിരുന്നു വന്നത്. താഴേക്ക് വായിച്ചു. ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പഴയ നിയമ യാഗങ്ങളിലൂടെ മനുഷ്യന് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കാരണം നിഴലായിരുന്നു, നടക്കാനിരിക്കുന്ന യഥാർത്ഥ യാഗത്തിൻ്റെ നിഴലായിരുന്നു ന്യായപ്രമാണ കാലത്ത് നടന്നിരുന്ന യാഗങ്ങൾ. അതുകൊണ്ട് നിഴലായിട്ട് നടന്ന യാഗങ്ങൾക്കൊന്നിനും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നോട് ചേർന്ന് എത്രയൊന്ന് പറയാമോ? എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നിഴലായി പഴയ നിയമത്തിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ നടന്ന ഒരു യാഗത്തിനും മനുഷ്യനെ സൽഗുണപൂർണനാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ നടന്നവയൊന്നും വാസ്തവങ്ങളല്ലായിരുന്നു, പിന്നെയോ വാസ്തവത്തിന്റെ നിഴലുകളായിരുന്നു. ഹല്ലേലൂയ. ഇനി താഴേക്കൊന്ന് വായിച്ചാട്ടെ. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? ഏകയാഗമായിരുന്നുവെങ്കിൽ പിന്നത്തേതിൽ യാഗം കഴിക്കുക എന്ന് പറയുന്ന ക്രിയ നിന്നു പോകയില്ലയോ? എന്നാൽ യാഗം കഴിക്കുക എന്ന ക്രിയ ന്യായപ്രമാണ കാലത്ത് നിന്നു പോയില്ലല്ലോ. അതിൻ്റെ അർത്ഥം പാപി എന്ന മനോബോധത്തിൽ നിന്ന് വ്യക്തികൾ സ്വതന്ത്രമായില്ല. അതുകൊണ്ടാണ് യാഗങ്ങൾ പിന്നെയും കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നത്. പാപി എന്ന ബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനായിരുന്നു ആ യാഗങ്ങളിലൂടെ എങ്കിൽ പിന്നീട് യാഗങ്ങൾ തുടരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ യാഗങ്ങൾ തുടർന്നപ്പം ഒരു കാര്യം മനസ്സിലായി, പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനായിട്ടില്ലായിരുന്നു. മനുഷ്യൻ പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വതന്ത്രനാകാഞ്ഞത് കൊണ്ടാണ് യാഗം തുടർന്നുകൊണ്ടിരുന്ന യാഗമാണ് പാപത്തിൽ നിന്ന് മനുഷ്യൻ പാപം എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനായില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളം. ഇനി താഴേക്ക് വായിച്ചു. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. യാഗങ്ങളാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. പാപങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനാകുന്നില്ല. കാരണം പാപങ്ങൾക്ക് ക്ഷമ ഒരിക്കലായി സംഭവിച്ചുവെങ്കിൽ പാപങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനാകണം. പക്ഷെ പാപങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനാകുന്നില്ല. എന്താ കാര്യം? പാപങ്ങൾക്ക് ക്ഷമ എപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല. ആണ്ടുതോറും, കണ്ടോ ആ വാക്കൊന്ന് വായിച്ചോ. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ
പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. സൽഗുണപൂർണനായ മനുഷ്യൻ പാപങ്ങളുടെ ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്, പാപത്തിൽ ബന്ധിക്കപ്പെടാത്ത മനുഷ്യനാണ്, പാപക്ഷമ ലഭിച്ചവനാണ്. എന്നാൽ പാപക്ഷമ ലഭിച്ച മനുഷ്യനായി മാറുവാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? നടത്തി വന്നിരുന്ന യാഗങ്ങൾ കേവലം നിഴലുകളായിരുന്നു, പൊരുളുകളല്ലായിരുന്നു. നിഴലുകളായ യാഗങ്ങൾ കൊണ്ട് മനുഷ്യന് പാപങ്ങൾക്ക് പരിഹാരം വന്നിരുന്നില്ല. ഇനി താഴേക്ക് വായിച്ചാട്ടെ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും ഇച്ഛിച്ചില്ല. യേശു ലോകത്തിൽ വന്നപ്പോ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. അതുവരെ അവിടെ നടന്നു വന്നിരുന്നത് ഹനനയാഗവും വഴിപാടുകളുമായിരുന്നു. പക്ഷെ ഈ ഹനനയാഗവും വഴിപാടും കൊണ്ട് ഒരിക്കലും പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനാകുന്നില്ല. അങ്ങനെ പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വതന്ത്രനാകാത്ത മനുഷ്യനെ പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് ഏകയാഗം കഴിച്ചത്. യേശുവിൻ്റെ ഏകയാഗത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം ഇതായിരുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിൻ്റെ ഏകയാഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇതായിരുന്നു: പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് ഏകയാഗത്തിലൂടെ സൽഗുണപൂർണനാക്കി മനുഷ്യരെ മാറ്റുക. അതുകൊണ്ട് ഇവിടെ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഹല്ലേലൂയ, അടുത്തു വരുന്നവർക്ക് യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്താൻ പറ്റിയില്ല. സൽഗുണപൂർത്തി വരുത്താൻ ഒരു യാഗത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ആണ്ടാണ്ട് കൂടുമ്പോൾ യാഗം നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആണ്ടാണ്ട് കൂടുമ്പം നടന്ന യാഗങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഇതുവരെ നടന്ന യാഗങ്ങൾ കൊണ്ടൊന്നും മനുഷ്യൻ സൽഗുണപൂർണനായിട്ടില്ല. അവന്റെ മനസ്സിനും മനസാക്ഷിക്കും മനോബോധത്തിൽ നിന്ന് പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതുവരെ തുടർമാനമായി നടക്കുന്ന യാഗങ്ങൾ വിളിച്ചു പറഞ്ഞ സത്യം. എന്നാൽ യേശു ഭൂമിയിൽ വന്നപ്പോൾ കേവലം അതുപോലുള്ളൊരു യാഗമല്ല അനുഷ്ഠിച്ചത്. പിന്നെയോ 10-ാം അധ്യായത്തിന്റെ നമ്മളിപ്പോൾ വായിക്കുന്ന 5-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ആകയാൽ അതുകൊണ്ട് അങ്ങനെ ചേർത്ത് വായിച്ചാൽ അത് കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് നീ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. കണ്ടോ, യേശു ലോകത്തിൽ വന്നപ്പം ഹനനയാഗവും വഴിപാടും ഇച്ഛിച്ചില്ല. എന്തുകൊണ്ടാണ് ഹനനയാഗവും വഴിപാടും യേശു ലോകത്തിൽ വന്നപ്പോൾ ഇച്ഛിക്കാഞ്ഞേ? എന്തുകൊണ്ടാണ് ഹനനയാഗവും വഴിപാട് യേശു ലോകത്തിൽ വന്നപ്പോൾ കഴിക്കാഞ്ഞേ? യേശു ലോകത്തിൽ വന്നപ്പോൾ ഹനനയാഗവും വഴിപാടും കഴിക്കാഞ്ഞതിൻ്റെ കാര്യം, ഇതുവരെ കഴിച്ച ഹനനയാഗത്തിലൂടെയും വഴിപാടുകളിലൂടെയും പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനായിട്ടില്ല. ഓരോ ആണ്ടാണ്ട് കൂടുമ്പോഴോ പാപത്തെക്കുറിച്ചുള്ള ബോധം വന്ന് പാപി എന്ന ലിസ്റ്റിൽ മനുഷ്യൻ അടങ്ങുന്നതല്ലാതെ പാപത്തിനകത്തുനിന്ന് സൽഗുണപൂർണനാകുവാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. ഇതായിരുന്നു ആ യാഗങ്ങളുടെ പോരായ്മ. യാഗങ്ങൾ സൽഗുണപൂർത്തി വരുത്തിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഭൂമി വന്നപ്പം ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. പിന്നെയോ എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അടിവരയിടുക പ്രിയരെ, അടിവരയിടുക. ഒരു ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. യേശു ഭൂമി വന്നപ്പം ആഗ്രഹിച്ചത് ഹനനയാഗം കഴിക്കാനല്ല. യേശു ഭൂമി വന്നപ്പോൾ ആഗ്രഹിച്ചത് വഴിപാട് കഴിക്കാനല്ല. പിന്നെയോ യേശു ഭൂമി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പദം എഴുതിയിട്ടിരിക്കുക. നോക്കി, ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല. പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്ന ഉദ്ധരണിയാണ്, അതുകൊണ്ട് ഇൻവേർട്ടഡ് കോമ ഇട്ട് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ബട്ട് എ ബോഡി thou prepared for me. നീ എനിക്ക് വേണ്ടി ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. യേശു ഭൂമി വന്നപ്പോൾ ഹനനയാഗം കഴിക്കാൻ വന്നതല്ല. യേശു ഭൂമി വന്നപ്പോൾ വഴിപാട് കഴിക്കാൻ വന്നതല്ല. യേശു ഭൂമി വന്നപ്പോൾ ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. ആ ഒരുക്കിയ ശരീരത്തെ എടുത്താണ് യേശു ഭൂമി വന്നത്. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. യാഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യാഗങ്ങളിലൂടെ മനുഷ്യൻ സൽഗുണപൂർണനാവുകയില്ല എന്നറിഞ്ഞ ദൈവം, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, യാഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യാഗങ്ങളിലൂടെ മനുഷ്യൻ സൽഗുണപൂർണനാവുകയില്ല എന്നറിഞ്ഞ ദൈവം യാഗങ്ങൾക്കപ്പുറത്ത്
ഒരു യാഗത്തെ ഒരുക്കിയിരുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. യാഗങ്ങളിലൂടെ സൽഗുണപൂർണനാകാൻ ഒരിക്കലും മനുഷ്യന് കഴിയുകയില്ല എന്നറിഞ്ഞ ദൈവം യാഗങ്ങൾ കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പരമയാഗത്തെ ഒരുക്കിയിരുന്നു. അതാ ഇവിടെ ഒരു വിശുദ്ധ ബലിയെ ഒരുക്കിയിരുന്നു, ഒരു ശരീരയാഗത്തെ ഒരുക്കിയിരുന്നു. ആ ശരീരയാഗത്തിൻ്റെ നിഴലുകളായിരുന്നു അന്ന് നടന്ന യാഗങ്ങളെല്ലാം. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കന്മാരുടെയും കൊണ്ടുള്ള യാഗങ്ങൾ മുഴുവൻ നടക്കാനിരിക്കുന്ന യാഗത്തിൻ്റെ നിഴലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യാഗങ്ങൾക്ക് മനുഷ്യന് സൽഗുണപൂർത്തി വരുത്താൻ പറ്റിയില്ല. പക്ഷെ ഈ യാഗത്തിന് ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. പക്ഷെ അടുത്ത പദം എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കിയേ. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരു ശരീരത്തെ thou hast prepared a body for me, നീ എനിക്ക് വേണ്ടി ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ. അപ്പൊ യേശു വന്നത് ഏത് സമയത്താണെന്നറിയുക. ഹോമയാഗങ്ങളിലും സർവാംഗ യാഗങ്ങളിലും വഴിപാടുകളിലും മനുഷ്യന് സൽഗുണപൂർത്തി വരുത്താൻ കഴിയാതെ പാപി എന്ന ബോധത്തിൽ, പാപി എന്ന മനോബോധത്തിൽ മനുഷ്യൻ കിടന്നപ്പോഴാണ് പാപി എന്ന മനോബോധത്തിൽ നിന്ന് ഇവനെ ഒന്ന് രക്ഷിക്കണമെന്ന് ദൈവം പദ്ധതി ഒരുക്കിയത്. ഈ പദ്ധതി ഒരുക്കിയത് മനുഷ്യൻ പാപിയാകുന്നതിന് മുന്നമേ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ തൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ പാപിയാകുമെന്നും പാപിയായ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരു ശരീരത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് ഒരുക്കണമെന്നും, എന്നാൽ സ്വയശ്രമത്തിലൂടെയുള്ള മനുഷ്യൻ്റെ പരാജയം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിയമം ദൈവം മനുഷ്യന് കൊടുത്തിരുന്നത്. നിയമം കൊടുത്ത മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞ വാക്കാണ്, ഞങ്ങളിത് അനുഷ്ഠിച്ച് നടന്ന് രക്ഷ നേടിക്കോളാം. എന്നാൽ നിയമം കിട്ടി, നിയമം അനുസരിച്ച് നടക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമത്തിൻ്റെ വിഫലത വ്യക്തമായപ്പോൾ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, സ്വയനീതിയിൽ ആശ്രയിച്ച് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കി, ഞങ്ങളെക്കൊണ്ട് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴിതാ ദൈവം മുന്നമേ ഒരുക്കിയ പദ്ധതി തുറന്നു വിടുകയാണ്. മുമ്പേ തന്നെ നീ ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. Thou hast prepared a body for me, നീ എനിക്ക് വേണ്ടി ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. കണ്ടോ, വഴിപാട് മേളത്തെ വാക്യം കൊണ്ട് നോക്കിയേ. ഭോജനയാഗവും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. എന്നിട്ടാ പറഞ്ഞേ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. അപ്പൊ ഇവിടെ യാഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല യേശു അന്ന് യാഗം കഴിച്ചത്. ഉള്ള യാഗങ്ങൾക്ക് മനുഷ്യനെ മനോബോധം, പാപി എന്ന മനോബോധത്തിൽ നിന്ന് വിടുവിച്ച് എബ്രായർ 10:1 പറയുന്ന പോലെ സൽഗുണപൂർണനാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മനുഷ്യനെ സൽഗുണപൂർണനാക്കാൻ ആടിൻ്റെയും മാടിൻ്റെയും ശരീരത്തിന് പറ്റിയല്ല, ഒരു മനുഷ്യ ശരീരത്തിനെ കഴിയുകയുള്ളൂ. ഏകന്റെ ബലിയെ നോക്കിയായിരുന്നു മുഴുവൻ ബലികളും നടന്നിരുന്നത്. ആ ബലിക്ക് വേണ്ടി ദൈവം ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. ആ ശരീരമായിരുന്നു യേശുവിൻ്റെ ശരീരം. ഈ ശരീരം ഒരുക്കപ്പെട്ടത് കാലാരംഭത്തിലാണ്. എന്നാൽ ഇതാ ആ ഒരുക്കപ്പെട്ട ശരീരത്തിൽ യേശു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വായിച്ചോ വാക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ. എന്നാ ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടമോ വേറെ ഒന്നുമല്ല, ഏകന്റെ യാഗം. ഹല്ലേലൂയ. ആ ഏകന്റെ യാഗത്തിൻ്റെ നിഴലായിരുന്നു ഇവിടെ നടന്നിരുന്ന യാഗങ്ങൾ. ആ നടന്നിരുന്ന യാഗങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മനോബോധം, പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടിരുന്നില്ല. പാപി എന്ന മനോബോധത്തിൽ നിന്ന് രക്ഷപ്പെടാത്ത മനുഷ്യനെ വിടുവിക്കുവാൻ ദൈവം ഇവിടെ ഇതാ ഒരു ശരീരത്തെ മുന്നമേ ഒരുക്കിയിരുന്നു. എന്നിട്ട് ഭോജനയാഗങ്ങളിലും സർവാംഗ ഹോമയാഗങ്ങളിലും പ്രസാദിക്കാത്ത ദൈവം, അതിന് മേളത്തെ വാക്യം കൂടെ വായിച്ചു. നീ ഭൂമിയിൽ വരുമ്പോൾ, 5-ാം വാക്യം ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല. ഈ ഓരോ യാഗങ്ങളും അത് മനസ്സിലാക്കണമേ. ഹനനയാഗം, വഴിപാട് നീ ഇച്ഛിച്ചില്ല. അടുത്തത് എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. താഴെ സർവാംഗ ഹോമങ്ങളിലും സർവ അംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചില്ല. സർവ അംഗ ഹോമയാഗങ്ങളിലും
പാപയാഗങ്ങളിലും പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. കണ്ടോ, പാപങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ടാണ് മനുഷ്യന് പാപബോധത്തിൽ നിന്ന് പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ യാഗങ്ങളിലൂടെ കഴിയാഞ്ഞത്. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവം പാപയാഗങ്ങളിൽ പ്രസാദിച്ചിരുന്നുവെങ്കിൽ പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനായനെ. പാപി എന്ന മനോബോധത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രനായില്ല. കാരണം ദൈവം പാപയാഗങ്ങളിൽ പ്രസാദിച്ചില്ല. സർവ അംഗങ്ങളും സർവ അവയവങ്ങളും ഹോമിച്ചുള്ള യാഗത്തിന് തയ്യാറായപ്പോൾ പോലും ദൈവം അതിൽ പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? ഒരു ശരീരത്തെ ദൈവം ഒരുക്കിയിരുന്നു. അപ്പൊ ദൈവം കാലഘട്ടത്തിൽ വെയിറ്റ് ചെയ്തത് ഒരു ശരീരയാഗത്തിന് വേണ്ടിയായിരുന്നു. ആ ശരീരയാഗത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടിയാ ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണത്തിൻ്റെ പരാജയം, ന്യായപ്രമാണം അനുസരിക്കുന്നതിലുള്ള പരാജയം അറിഞ്ഞ മനുഷ്യൻ യേശുവിൻ്റെ ഏകയാഗം ആഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ന്യായപ്രമാണ ജീവിതത്തിൻ്റെ പരാജയം കണ്ടറിഞ്ഞ മനുഷ്യൻ യേശുവിൻ്റെ ശരീരയാഗം ആഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാൻ ഈ വാക്യങ്ങൾ POC ബൈബിളും കൂടെ ഒന്ന് ലളിതമായിട്ട് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്കപ്പോൾ ആശയങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം വരും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോ ജോസ് ബ്രദറെ. POC ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്, ദയവായി ശ്രദ്ധിക്കുക. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു, ബലികളിലും കാഴ്ചകളിലും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടുന്ന് എനിക്ക് ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ഓ, എന്നാ ക്ലിയർ അത്. ബലികളിലും കാഴ്ചകളിലും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരു ശരീരത്തെ സജ്ജമാക്കിയിരിക്കുന്നു. ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ, ഓ, കരകളെ അടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. സംപ്രീതനാകാത്ത ദൈവ, ദഹനയാഗങ്ങളിൽ സംപ്രീതനാകാത്ത ദൈവ, പാപപരിഹാര ബലികളിൽ സംപ്രീതനാകാത്ത ദൈവം, അവിടുന്ന് സംപ്രീതനായില്ല. എന്നിട്ട് അപ്പോ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്, ദൈവമേ, ദൈവമേ, അവിടുത്തെ ഇഷ്ടം. ഓ, ഒരു ശരീരത്തെ ഒരുക്കി ആ ശരീരത്തിൽ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു, ഞാൻ വന്നിരിക്കുന്നു. വായിച്ചു. അവിടുത്തെ ആ വാക്യം ഒന്നുകൂടെ വായിക്കണേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ പുസ്തകത്തിന്റെ ആരംഭത്തിൽ, അല്ലെ, പുസ്തകത്തിന്റെ ആരംഭത്തിൽ. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു. വിശുദ്ധ മറിയാമിൽ യേശു കന്യകയിൽ ഭൂജാതനായി പരിശുദ്ധിയിൽ തികഞ്ഞവനായി ലോകത്തിലേക്ക് വന്ന കാര്യമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. എന്നാൽ പരിശുദ്ധനായി വിശുദ്ധ കന്യക മറിയാമിലൂടെ പുറത്തു വരിക എന്ന ദൈവ പദ്ധതിയെ ദൈവം ഒരുക്കി വെച്ചത് ലോക സൃഷ്ടിക്ക് മുമ്പേ തന്നെയാണ്. അതവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പുസ്തക ചുരുളിൽ ആരംഭത്തിലേ നീ പറഞ്ഞു നീ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന്. ആ ശരീരം ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാനായി വരുന്നു. 3.5 വർഷം നിങ്ങളും ഞാനും സുവിശേഷത്തിൽ കണ്ടത് മനുഷ്യൻ പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ കഴിയാതെ പാപി എന്ന
വിളിപ്പേരിനകത്ത് ഒതുങ്ങിക്കിടന്നപ്പോ പാപി എന്ന വിളിപ്പേര് മാറ്റിയിട്ട് വിശുദ്ധൻ എന്ന വിളിപ്പേര് അവന് കൊടുക്കുവാൻ ഹല്ലേലൂയ. വേറെ ഒരു വഴിയുമില്ലാഞ്ഞിട്ട് പാപയാഗങ്ങൾക്ക് ഈ പരുവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയാഞ്ഞിരുന്നിട്ട് ഏകയാഗത്തിലൂടെ ഈ പദ്ധതിയെ ദൈവം ഒരുക്കി വെച്ചു. ഇവിടെ ഇതാ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ യേശു ഇറങ്ങി വന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. യേശു ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്: പാപ മനോബോധത്തിൽ നിന്ന് നിങ്ങളെയും എന്നെയും വിടുവിച്ച് സ്വതന്ത്രരാക്കുക. അങ്ങനെ ഇറങ്ങി വന്ന യേശു എന്ത് ചെയ്തു എന്നാണ് താഴേക്ക് വായിക്കുന്നത്. 8-ാം വാക്യം ദയവായി വായിക്കുക. കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ശേഷം ഇതാ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, നിന്റെ ഇഷ്ടം പാപയാഗമല്ല. ദൈവമേ, നിന്റെ യഥാർത്ഥ ഇഷ്ടം ഹോമയാഗമല്ല. ദൈവമേ, നിന്റെ യഥാർത്ഥ ഇഷ്ടം സർവാംഗ യാഗങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഏതാ രണ്ടാമത്തേത്, ഏതാ ഒന്നാമത്തേത്? ഒന്നാമത്തേത് ന്യായപ്രമാണ വ്യവസ്ഥിതിയിലുള്ള യാഗമാണ്. രണ്ടാമത്തേത് എന്താണ്? ഒന്നാമത്തേത് യാഗങ്ങൾ ആണ്. രണ്ടാമത്തേത് എന്താണ്? ഒന്നാമത്തേത് ആണ്ടുതോറും കഴിച്ചു വരുന്ന യാഗങ്ങളാണ്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് യാഗങ്ങൾ അല്ല, യാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത് ആണ്ടുതോറും കഴിച്ചു വരുന്ന യാഗങ്ങളല്ല, ഒരിക്കലായി കഴിച്ച യാഗമാണ്. 10:1 കണ്ടു, ആ പാപയാഗങ്ങൾക്ക് മനുഷ്യന് സൽഗുണപൂർത്തി വരുത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പാപി എന്ന മനോബോധത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നാൽ 10:11 വായിച്ചേ. എന്നാൽ 10:11 വായിച്ചേ. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവേ. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. കണ്ടോ, മേളിലൊരു ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ കണ്ടോ കണ്ടോ മേളൊരു ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്നിട്ട് പറയാ, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരു മേളത്തെ ഇഷ്ടവും താഴത്തെ ഇഷ്ടവും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യം? മേളത്തെ ഇഷ്ടം. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. എത്രാമത്തെ വാക്യം അത്? 7-ാമത്തെ വാക്യവും ഇനി അടുത്തത് 10-ാമത്തെ വാക്യവും. 10-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പുത്രൻ പിതാവായ ദൈവത്തോട് വിളിച്ചു പറയുന്നു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഓക്കെ, ഇഷ്ടം ചെയ്യാൻ വന്ന യേശു ആ ഇഷ്ടത്തിൽ, ഏതിഷ്ടത്തിൽ? സർവാംഗ യാഗത്തിലും ഹോമയാഗത്തിലും പ്രസാദിക്കയില്ല എന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിൽ പുറത്തു വന്ന യേശു ക്രിസ്തു ഇതാ ആ ഇഷ്ടത്തിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ചെയ്യുന്ന യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയാത്ത മനുഷ്യനോട് യേശു സദ്വർത്തമാനം വിളിച്ചു പറയുന്നു, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പറയാമോ? യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 10:1 നഷ്ടപ്പെട്ടത് സൽഗുണപൂർത്തിയാണെങ്കിൽ 10:15 മനുഷ്യന് ഏകയാഗത്തിലൂടെ ദൈവം മടക്കി കൊടുത്തത് ഈ സൽഗുണപൂർത്തിയായിരുന്നു. 10:15 ഏകയാഗത്താൽ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സൽഗുണങ്ങൾ ഉള്ളവരാക്കി നിങ്ങളെയും എന്നെയും മാറ്റാൻ യാഗങ്ങൾക്ക് കഴിഞ്ഞില്ല. യാഗങ്ങൾക്ക് അത് കഴിയാതിരുന്നപ്പോൾ പ്രവർത്തികൾ, യാഗങ്ങൾ എന്ന ആശയം നമ്മുടെ ഇടയിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങളും ഞാനും യാഗങ്ങൾ അർപ്പിക്കുന്നവരല്ല. പിന്നെ എന്തായിരുന്നു ഇവിടുത്തെ യാഗങ്ങളുടെ ആശയം? പ്രവൃത്തി, ഹ്യൂമൻ എഫോർട്ടിന്, മാനുഷിക പ്രയത്നങ്ങൾക്ക്. മാനുഷിക പ്രയത്നങ്ങളാണ് ഇവിടുത്തെ യാഗങ്ങൾ. മാനുഷിക പ്രയത്നങ്ങൾ കൊണ്ട്, മാനുഷിക പ്രയത്നങ്ങൾ മനുഷ്യനെ സൽഗുണപൂർത്തിയിലേക്ക് നയിക്കാഞ്ഞപ്പോൾ ഈ ഇഷ്ടത്തിലേക്ക്, ഏതാ ദൈവത്തിൻ്റെ ഇഷ്ടം? മനുഷ്യൻ സൽഗുണപൂർണനാകണമെന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് യാഗങ്ങൾ നിമിത്തം മനുഷ്യനെ എത്തുകയില്ല എന്ന് കണ്ട ദൈവം ആ ഇഷ്ടത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ച് സൽഗുണപൂർണരായ മനുഷ്യരെ ഭൂമി
ഭൂമിയിൽ നിർമ്മിക്കുവാൻ, ഉണ്ടാക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. അതാണ് 10:14 കണ്ടത്. ആ ഇഷ്ടത്തിൽ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനൊന്ന് മഹത്വം കൊടുത്ത് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എത്ര പേര് ഈ വചനത്തെ ഏറ്റെടുക്കും? എത്ര പേര് ഈ വചനത്തെ ഏറ്റെടുക്കും? ആരാ വചനത്തെ ഏറ്റെടുക്കും? 13ഉം 14ഉം അടുത്തതായിട്ട് ഞാൻ വിശദീകരിക്കാം. ഹല്ലേലൂയ. 13ഉം 14ഉം അടുത്തതായിട്ട് ഞാൻ വിശദീകരിക്കാം. പക്ഷെ ഇത്രയത്തിലൊന്ന് നിന്നോണ്ട് ഒന്ന് കരമുയർത്തിക്കാട്ടെ. ഇത്രയത്തിലൊന്ന് നിന്നോണ്ട് ഒന്ന് കരമുയർത്തിക്കാട്ടെ. ഇത്രയത്തിലൊന്ന് നിന്നോണ്ടൊന്ന് കരമുയർത്തിക്കാട്ടെ. ഇത്രയും വചനത്തിൽ നിന്നോണ്ടൊന്ന് മനസ്സിലാക്കിക്കാട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം? 10ാം അധ്യായം തുടങ്ങിയപ്പോൾ പറഞ്ഞു, മനുഷ്യൻ പാപി എന്ന മനോബോധത്തിൽ നിന്ന് സ്വതന്ത്രനായിട്ടില്ല. എന്തുകൊണ്ടാണ് സ്വതന്ത്രനാകാഞ്ഞതെന്നും പറഞ്ഞു. യഥാർത്ഥ യാഗത്തിൻ്റെ നിഴലുകളായിരുന്നു അവിടെ നടന്ന യാഗങ്ങൾ. നിഴലിന് സൽഗുണപൂർത്തി വരുത്താൻ പറ്റുകയില്ല, എന്നിട്ട് പൊരുളിന് സൽഗുണപൂർത്തി വരുത്താൻ പറ്റും എന്ന വിശദീകരണമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആനുകാലിക പ്രസക്തി? നിങ്ങൾ ഞാനും ആടും മാടുമായിട്ട് യാഗത്തിന് പോകുന്നവരല്ല. നിങ്ങൾ ഞാനും ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ ഉള്ളവരല്ല. ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലുള്ളവർ യഹൂദന്മാരും മാത്രമാണ്. വേറെ ആർക്കും ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലാകാൻ ഒക്കത്തില്ല. യഹൂദന്മാരും എന്നെ ഇപ്പോൾ കേൾക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാനിതിവിടെ പറയുന്നത്? ഇവിടുത്തെ യാഗങ്ങൾ മനുഷ്യൻ്റെ പ്രയത്നങ്ങളാണ്, ഹ്യൂമൻ എഫേർട്ടുകളാണ്. ദൈവമേ, ഞാൻ നിന്നെ പ്രസാദിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മനുഷ്യൻ ചെയ്യുന്ന മാനുഷിക പ്രയത്നങ്ങളാണ് ഇവിടുത്തെ യാഗങ്ങൾ. പ്രയത്നങ്ങളിലൂടെ ദൈവം പ്രസാദിക്കയില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാൽ പ്രയത്നങ്ങളുടെ അപ്പുറത്ത് പുത്രൻ്റെ പ്രയത്നത്തിന് വേണ്ടി, അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു അന്ന് പ്രയത്നിച്ചു. ആ യേശുവിൻ്റെ പ്രയത്നത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്കും എനിക്കും പാപബോധം ഒഴിഞ്ഞവരായി, നീതിബോധം നിറഞ്ഞവരായി, സൽഗുണപൂർണരായി യേശുക്രിസ്തുവിൽ മാറ്റപ്പെടുവാൻ കഴിയും. യേശുക്രിസ്തുവിലായ നിങ്ങൾ അങ്ങനെ മാറ്റപ്പെട്ടവരാണ്. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായെങ്കിൽ കരമുയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് യേശുവേ, 2 കരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവേ, ഞാൻ ഈ വചനത്തിലൂടെ, എല്ലാ മക്കളും ഒന്ന് അധരം തുറന്ന് പറഞ്ഞു, എൻ്റെ യേശുവേ, ഞാൻ ഈ വചനത്തിലൂടെ ഇപ്പോൾ തിരിച്ചറിയുന്നു, ഒരു മാനുഷിക പ്രയത്നങ്ങൾക്കും എനിക്ക് സൽഗുണപൂർത്തി വരുത്താൻ കഴിയുകയില്ല. പാപി എന്ന ബോധത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു പ്രയത്നങ്ങൾക്കും കഴിയുകയില്ല. എന്നാൽ ക്രൂശിലെ യേശുവിന്റെ പ്രയത്നത്തെ ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഈ സൽഗുണ പൂർത്തിക്കായി എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ, എന്റെ ദേഹിയെ ഞാൻ വിട്ടുതരുന്നു. കർത്താവായ യേശുവേ, ഈ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ മധ്യസ്ഥ അണയ്ക്കുന്നു. ഓരോ ജീവിതങ്ങളുടെ മേലും സർവശക്തനായ യേശുവേ, അവിടുത്തെ വലിയ കരം നീട്ടപ്പെടുന്നതിനായി സ്തോത്രം. പരിശുദ്ധ ആത്മാവേ, അവിടുത്തെ വലിയ തിരിച്ചറിവിലേക്ക് നിന്റെ മക്കളെ നടത്തിക്കാട്ടെ. ഇനിയും പാപി എന്ന പാപബോധത്തിൽ കെട്ടപ്പെട്ട് കിടക്കാനാണ് എങ്കിൽ യേശു വന്ന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിൻ്റെ മരണത്താൽ ഞങ്ങളെ സൽഗുണപൂർണരാക്കിയതിനായിട്ട് നന്ദി. ആ സൽഗുണപൂർത്തീകരണം നടന്നു എന്നറിഞ്ഞ് ഓരോ മക്കളും നടന്നു എന്ന് അറിയുമ്പോൾ അവർ തന്നെ ഇത് ആരംഭിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. അവർ തന്നെ അത് ആരംഭിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ആ പരിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് വിശ്വാസത്താൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രവേശിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ വലിയ പ്രാഗൽഭ്യത്തിനായിട്ട് നന്ദി കർത്താവേ. മഹത്വത്തിനായിട്ട് നന്ദി. പ്രത്യേകിച്ച് ഈ സമയത്ത് പാപി എന്ന മനോബോധത്തിൽ ഇന്നും കെട്ടപ്പെട്ടവർ ഈ വചനത്തിൻ്റെ തിരിച്ചറിവിനാൽ, യേശുവിൽ സൽഗുണപൂർണരാണ് എന്ന തിരിച്ചറിവിനാൽ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ ഏകയാഗത്താൽ നിങ്ങൾക്കും എനിക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പ്രിയരെ, മാനുഷിക പ്രയത്നങ്ങളിൽ ആശ്രയിക്കാതെ കർത്താവായ യേശു ക്രൂശിൽ ചെയ്ത പൂർത്തീകരണ പ്രവൃത്തിയിൽ ആശ്രയിക്കുക. ജയാളിയെ ജയിച്ചവരാണ് നിങ്ങൾ. കരങ്ങളെ അടിച്ച് ഈ ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റിയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10ാം അധ്യായത്തിലെ 2ാമത്തെ ചിന്തകളിലോട്ടും കൂടെ
നിങ്ങളിപ്പോൾ നടത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 10-ാം അധ്യായത്തെ 2ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെയും 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെയും 20 മുതൽ 39 വരെയുള്ള വാക്യങ്ങളെയും ഈ 3 ഭാഗങ്ങളിലും വിശദീകരിക്കുന്നത് യേശുവിൻ്റെ യാഗത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായത്തിൽ മാത്രമല്ല, ഈ അധ്യായങ്ങളിലെല്ലാം വിശുദ്ധീകരണം. എന്തായിരുന്നു പാപയാഗം, എന്തായിരുന്നു ഹോമയാഗം, എന്തായിരുന്നു സർവാംഗയാഗം, എന്തായിരുന്നു യേശുവിൻ്റെ ശരീരയാഗം. ഈ ആദ്യത്തെ ഭാഗത്തിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്തിൽ വിശദീകരിച്ചത് യേശുവിൻ്റെ യാഗത്തെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവം കണ്ണും തിരുമ്മി ഉണ്ടാക്കിയെടുത്ത പദ്ധതിയല്ല. അയ്യോ, ആദം പാപം ചെയ്തോ, എന്നാൽ ഇനി മാനവജാതി എങ്ങനെയായാലും രക്ഷിക്കണമല്ലോ എന്നോർത്ത് പെട്ടെന്ന് ദൈവം തട്ടിക്കുട്ടിയ ഒരു പദ്ധതിയല്ല. യേശുവിനെ അയക്കുക എന്നുള്ളത് ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, മാനവജാതി പാപത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ പാപത്തിലൂടെ മാനവജാതിയെ രക്ഷിക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരു ശരീരത്തെ ഒരുക്കിയിരുന്നു. അതായിരുന്നു എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്തിൽ നമ്മൾ കേട്ടത്. ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ്. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് വിശദീകരിക്കുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങളാണ്. 13, 12 മുതൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. 12, 13, 14, 15 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുകയാണ്. എൻ്റെ കൂടെ വന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഓക്കെ, ഈ വാക്യം വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു വാക്യമാണ്. അതുകൊണ്ടാണ് ഈ വാക്യത്തെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആശിച്ചത്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം എടുത്തിട്ടാണ് ചിലർ പറയാറുള്ളത്, യേശുവിൻ്റെ യാഗം പൂർണ്ണമല്ലായിരുന്നല്ലോ. യേശുവിൻ്റെ യാഗം പൂർണ്ണമായിരുന്നുവെങ്കിൽ ശത്രുക്കളെ പാദപീഠമാക്കാൻ വേണ്ടി യേശുവിന് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അപ്പം നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ? യേശു സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ യേശു പോലും ശത്രുക്കൾ പാദപീഠമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം എന്താണ് ആ വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ? ദാ കേട്ടോ, ആ വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടോ. പരിശുദ്ധാത്മാവ് ഈ വചനത്തെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഇവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് യേശുവിൻ്റെ യാഗത്തിലൂടെ നടന്നതിൻ്റെ വിവരണമാണ്. എന്താണ് യേശുവിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതിൻ്റെ വിവരണമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലെ വിവരണത്തെക്കാൾ ഉപരി 10-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന മുഴുവൻ യേശുവിൻ്റെ യാഗത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. യേശുവിൻ്റെ യാഗത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വിവരണത്തിലാണ് ഇവിടെ പറയുന്നത്. ഏകയാഗത്താൽ, ആ വാക്യം വായിച്ചു മോനെ, ഏകയാഗ 13-ാമത്തെ വാക്യം, 10-ാം അധ്യായത്തിന് 13 ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്, കേട്ടോ, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇനി അടുത്തത്, അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിച്ചിരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. 12 മൂലം തുടങ്ങിയാൽ അതുള്ള പതിയുള്ളൂ. 12 മൂലം തുടങ്ങിയോ? യേശുവോ പാപങ്ങൾക്ക് വേണ്ടി, നോക്കണേ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. അപ്പൊ ഇനി യേശു കാത്തിരിക്കുകയാണ് എന്നൊരു ചിന്തയാണ് വരുന്നത്. ഇതിന്റെ വിശദീകരണം തൊട്ട് താഴത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അടുത്ത വാക്യം വായിച്ചേ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. കണ്ടോ, അപ്പൊ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിന്റെ പേരാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഒന്ന് പറഞ്ഞേ, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ആരാണ് ഈ കൂട്ടം? വിശ്വസിച്ചവരുടെ കൂട്ടമാണ്. മുഴു ലോകത്തിനും പാപക്ഷമ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിച്ചു, അത് സത്യമാണ്. പക്ഷേ മുഴു ലോകവും ഇത് സ്വീകരിച്ചിട്ടില്ല വിശ്വാസത്താൽ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. മുഴു ലോകത്തിനും പാപക്ഷമ യേശുവിൻ്റെ മരണത്തിലൂടെ ലഭിച്ചു. മുഴു ലോകത്തെയും പുത്രൻ്റെ മരണത്തിലൂടെ പിതാവിനോട് നിരപ്പിച്ചു. അതിനൊരു വ്യത്യാസമില്ല. പക്ഷെ ഈ നിരപ്പ് എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നു? മേളത്തെ വാക്യം താഴത്തെ വാക്യം കൂടെ ഒന്നുകൂടെ വായിച്ചാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
12-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യം. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട്. ഇനി 13-ാമത്തെ വാക്യം നോക്കിയേ. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. എന്നിട്ട് യേശുവോ തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം 13 ഏകയാഗത്താൽ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. ആ ഏകയാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ. അതുകൊണ്ട് അവിടെ എടുത്തു പറയുന്നത് ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ ആ ഏകയാഗത്തിൽ വിശ്വസിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട്. ആ ഏകയാഗത്തിൽ വിശ്വസിച്ച് വിശുദ്ധീകരിക്കപ്പെടാതെ അശുദ്ധരായി തുടരുന്ന വേറൊരു കൂട്ടമുണ്ട്. ഇവിടെ ആ രണ്ട് കൂട്ടത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരിക. വിശ്വസിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒന്നാമത്തെ കൂട്ടം, വിശ്വസിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാത്ത രണ്ടാമത്തെ കൂട്ടം. ഓക്കെ, വിശ്വസിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാത്ത രണ്ടാമത്തെ കൂട്ടത്തിൻ്റെ നേതാക്കന്മാരെയാണ്, അല്ലെങ്കിൽ നേതാവിനെയാണ് അവിടെ ശത്രുവെന്നും ശത്രുക്കളെന്നും മേളിൽ വിശദീകരിച്ചിരിക്കുന്നത്. രണ്ട് സിദ്ധാന്തങ്ങൾ ലോകത്തിൽ വളരെ സുലഭമായി ഇന്ന് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പടർന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, യൂണിവേഴ്സൽ സാൽവേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ റിക്കൺസിലേഷൻ, മുഴു ലോകത്തിൻ്റെ രക്ഷ എന്ന ആശയം. മുഴു ലോകത്തിൻ്റെ രക്ഷ എന്ന ആശയം പറയുന്നത് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല. യേശു ക്രൂശിൽ മരിച്ച പിന്നെ മുഴു ലോകത്തിൻ്റെയും രക്ഷ സംഭവിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നില്ലെന്ന് വലിയ അർത്ഥമൊന്നുമില്ല എന്ന പ്രസക്തമായ പഠിപ്പീരുകാർ. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ യൂണിവേഴ്സൽ റിക്കൺസിലേഷൻ്റെ ആൾക്കാരാണ്. രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് മുഴു ലോകത്തെയും പുത്രൻ്റെ മരണത്തിലൂടെ ദൈവം ലോകത്തോട് നിരപ്പിച്ചു. പക്ഷേ ഈ നിരപ്പ് ഓരോരുത്തൻ വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഗ്രേസ് കമ്മ്യൂണിറ്റി ഇവിടെ പഠിപ്പിക്കുന്നത് യൂണിവേഴ്സൽ സാൽവേഷൻ അല്ല. സാൽവേഷൻ ഈസ് യൂണിവേഴ്സൽ only by believing in the Savior. രക്ഷ സാർവലൗകികമാണ്. അത് പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ വ്യക്തിപരമാകുന്നുള്ളൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. രക്ഷ സാർവലൗകികമാണ്. അത് പുത്രനായ യേശുവിൽ വ്യക്തിപരമായി വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ വ്യക്തിപരമാകുന്നുള്ളൂ. എന്നാൽ മുഴുവൻ ലോകത്തെയും ദൈവം തന്നോട് ക്രൂശിൽ നിരപ്പിച്ചിരിക്കുകയാണ്, നിരപ്പ് വരുത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സൽ റിക്കൺസിലേഷനെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു. യൂണിവേഴ്സൽ റിക്കൺസിലേഷനാണ് ക്രൂശിൽ നടന്നത്. മുഴു ലോകത്തെയും പുത്രൻ്റെ മരണത്തിലൂടെ ദൈവം തന്നോട് നിരപ്പിച്ചിരിക്കുന്നു. എൻ്റെ അകത്ത് യാതൊരു വ്യത്യാസമില്ല. മുഴു ലോകത്തെയും തന്നോട് ദൈവം നിരപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ആ വചനം പറയുമ്പോൾ അടുത്ത പദം എങ്ങനെയാണ് പറയുന്നത് അറിയോ? മുഴു ലോകത്തെയും തന്നോട് നിരപ്പിച്ചിട്ട് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്കും തന്നുമിരിക്കുന്നു. എന്തിനാ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്നത്? ദൈവം ലോകത്തെ പുത്രനിലൂടെ നിരപ്പിച്ചു എങ്കിലും ഇതറിഞ്ഞ് നിരക്കാത്ത, നിരപ്പ് ലഭിച്ചു എന്നറിഞ്ഞിട്ട് ദൈവത്തിന് മുമ്പ് നിരപ്പോടെ വരാത്ത ഒരു വലിയ സമൂഹം പുറത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്നത്. എന്താ ഈ വാക്യത്തിൻ്റെ ആശയം? ആ ആശയത്തെ ഒന്നുകൊണ്ട് ഇത് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാകും. ദൈവം 12-13 വാക്യം ഒന്നുകൂടെ വായിച്ചു, പ്രത്യേകിച്ച് 13-ാമത്തെ വാക്യം വായിച്ചു. തൻ്റെ ശത്രുക്കളെ പാദപീഠമാകുവോളം, ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ആ പാദപീഠമാവുക എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്നത്, പാദപീഠമാക്കുക എന്ന ക്രിയ ചെയ്യുന്നത് മുഴു ലോകത്തെയും ദൈവം തന്നോട് നിരപ്പിച്ചു എന്ന സദ്വർത്തമാനം ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നതിലൂടെയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവം കാൽവരി ക്രൂശിലെ ഏക ബലിയാൽ, പരമയാഗത്താൽ മുഴുവൻ ലോകത്തെയും തന്നോട് നിരപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ നിരപ്പ് വന്നതറിയാതെ ദൈവത്തിൻ്റെ ശത്രുക്കളായി തുടരുന്ന വലിയൊരു സമൂഹം പുറത്തുണ്ട്. അവരെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടിയാണ് മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്നത്. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. നിങ്ങൾ ഞാനും ചെയ്യുന്ന അതാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാൻ മലപ്പുറത്ത് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാണെന്നറിയാമോ? നിരപ്പില്ലാതെ ദൈവത്തോട് ശത്രുക്കളായിരിക്കുന്നവരെ വിളിച്ചു വരുത്തി, അയ്യോ
ദൈവം നിങ്ങളോട് നിരന്നായിരുന്നു കേട്ടോ. നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്രൂശിൽ യേശു മരിച്ച പിന്നെ ആ മരണത്തിലൂടെ ദൈവം നിങ്ങളോട് നിരന്നിരിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വരിക എന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മിനിസ്ട്രിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലേഷൻ. നിരപ്പാക്കുന്ന ശുശ്രൂഷയല്ല, നിരപ്പിൻ്റെ ശുശ്രൂഷ. ഒന്ന് പറഞ്ഞ്, നിരപ്പിൻ്റെ ശുശ്രൂഷ. നിരപ്പിൻ്റെ ശുശ്രൂഷ. നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? മുഴു ലോകത്തെയും ദൈവത്തോട് നിരപ്പിക്കുവാൻ. കരമടിച്ചൊന്ന് യേശുവിനെ മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇനി ഈ വാക്യം ഒന്ന് വായിച്ചാൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. തന്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാകുവോളം തന്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. ഇവിടെ ശത്രു എന്ന വിശേഷണമായിരുന്നെങ്കിൽ പിശാചാണ് എന്ന വിശേഷണത്തിൽ നമുക്ക് പോകാം. പക്ഷെ ഇവിടെ ശത്രുക്കൾ എന്ന പ്ലൂറൽ ഫോമിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നവരാണ്. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി മാറിയത്? പാപത്തിലൂടെയാണ് മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി മാറിയത്. പാപം ചെയ്ത മനുഷ്യൻ ശത്രുത മനോഭാവത്തിലാണ് ദൈവത്തെ കണ്ടത്. ദൈവം മനുഷ്യനെയും അങ്ങനെയാണ് കണ്ടത്. ഈ ശത്രുവായ മനുഷ്യനെ, ശത്രുക്കളായി തീർന്ന മനുഷ്യന്മാരെ മിത്രന്മാരാക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് തൻ്റെ മരണത്തിലൂടെ ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എന്നിട്ട് ഈ വാക്യത്തിൽ പറയുകയാണ്, 12-ാം വാക്യം മുതൽ വായിച്ചു. 12-ാമത്തെ വാക്യം മുതൽ വായിച്ചു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയാട്ടെ. യേശു പാപങ്ങൾക്ക് വേണ്ടി യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നസറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, കാൽവരി എന്ന് പറയുന്ന ഗോൽഗോത്ത എന്ന സ്ഥലത്ത് യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം ക്രൂശിൽ കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇരിക്കുന്ന യേശു ഇരിക്കുന്നതിന് മുമ്പേ മുഴുവൻ ലോകത്തെയും തൻ്റെ മരണത്തിലൂടെ ദൈവത്തോട് നിരപ്പിച്ചേച്ചാ ഇരിക്കുന്നേ. അതാ മനസ്സിലാക്കണേ. മുഴുവൻ ലോകത്തെയും തന്നോട് നിരപ്പിച്ചാ ഇരിക്കുന്നേ. പക്ഷെ ലോകം ഇത് അറിഞ്ഞിട്ടില്ല. ലോകം ഇന്നും ശത്രുക്കളായിരിക്കുകയാണ്. അതുകൊണ്ട് വായിച്ചു. റോമർക്കെഴുതിയ ലേഖനത്തിലെ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. 5-ാം അധ്യായം റോമർക്കെഴുതി, ദയവായി എടുക്കുക. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് യേശുവിന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ. അപ്പൊ കണ്ടോ, നമ്മൾ ആരായിരുന്നു? ശത്രുക്കളായിരുന്നു. ഇപ്പൊ നമുക്ക് എന്നാ സംഭവിച്ചു? ദൈവത്തോട് നിരപ്പ് വന്നു. ഉറക്കെ പറ, നിരപ്പ് വന്നു. ഹല്ലേലൂയ. പുത്രനിലൂടെ വരുത്തിയ നിരപ്പിനെ നമ്മൾ വിശ്വസിച്ചു. ഏകയാഗത്താൽ എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചു. ഏകയാഗത്താൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചപ്പോൾ റോമർ 5:10 പ്രകാരം നമുക്ക് നിരപ്പ് വന്നു. ശത്രുക്കൾ മാറി. നമ്മൾ ആരായി? മിത്രങ്ങളായി. ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കാത്തവരാരാ? ഇന്നും ആരായിട്ടാ തുടരുന്നേ? ഉറക്കെ പറ. ഇന്നും ആരായിട്ടാ തുടരുന്നേ? ദൈവത്തിന്റെ ശത്രുക്കളായിട്ടാ തുടരുന്നേ. അതുകൊണ്ടാ ഈ സുവിശേഷം വിശദീകരിക്കേണ്ടി വരുന്നത്. സുവിശേഷം ശത്രുത മാറ്റി മിത്രത്വം പകരുകയാണ്. എവിടോട്ട് പകരുകയാണ്? ഓരോ കുടുംബങ്ങളിലേക്കും പകരുകയാണ്. ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒളിച്ചോടണ്ട. കർത്താവ് എന്ന് പറയുമ്പോൾ മാറിപ്പോകണ്ട. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കണ്ട. ദൈവവും നീയുമായിട്ടുള്ള സകല പ്രശ്നങ്ങളും കാൽവരി ക്രൂശിലെ പുത്രന്റെ ഏകബലിയാൽ, പുത്രന്റെ ദിവ്യ മരണത്താൽ, ദിവ്യ ബലിയാൽ മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ സത്യം വിളിച്ചു പറയുന്നതിലൂടെ തൻ്റെ ശത്രുക്കളെ നാം പാദപീഠമാക്കി കൊടുക്കുക. ആർക്ക്? യേശുവിനെ പാദപീഠമാക്കി കൊടുക്കുക. ഇതിനു വേണ്ടി യേശു ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. എന്തിനാ? ഈ സത്യം ഭൂമിയുടെ അറ്റത്തോളം എത്തണം. ഇനി ആശയത്തിലൊന്ന് വായിച്ചോ. തൻ്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എങ്ങനെയാ ശത്രുക്കൾ എങ്ങനെയാ പാദപീഠമാകുന്നത്? ബൈ റിയലൈസിംഗ് ദിസ് ട്രൂത്ത്. ഏത് ട്രൂത്ത്? മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ ഇസ് വൺസ് ഫോർ ഓൾ ഇസ് ഹാപ്പൻ ഓൺ ദ ക്രോസ്. നിരപ്പിൻ്റെ ശുശ്രൂഷ ഒരിക്കലായി എന്നേക്കുമായി ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ സംഭവിച്ചു കഴിഞ്ഞ നിരപ്പിനെ വിശ്വാസത്താൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ശത്രുക്കളായി തുടരേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ മിത്രങ്ങളായിട്ട്, കർത്താവിൻ്റെ പ്രിയമക്കളായിട്ട് മാറാൻ കഴിയുമെന്നത് പ്രസംഗിക്കുന്നതിലൂടെ ശത്രുക്കളെ നാം പാദപീഠമാക്കി കൊടുക്കുകയാണ്. ആർക്ക്? യേശുവിന്. ഈ ശുശ്രൂഷ നിങ്ങളെയും എന്നെയുമാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. കൊളോസ്യർക്കെഴുതിയ ലേഖനം
ലേഖനം 1-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം കൂടെ ഈ ചിന്തയോട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഗ്രഹിച്ചാട്ടെ. ഇവിടെ വായിക്കുന്നത്, അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. യേശു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ. കണ്ടോ, യേശു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എവിടൊക്കെ? ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. ഭൂമിയിലുള്ളതിനെ മുഴുവൻ യേശുവിനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാൻ പിതാവിന് പ്രസാദം തോന്നി. ഭൂമിയിലുള്ളതിനെ മുഴുവൻ തന്നെ കൊണ്ട് നിരപ്പിച്ചിരിക്കുക. ഈ നിരപ്പ് നടന്നു എന്ന കാര്യം മനുഷ്യരെ അറിയാത്തതാണ് പ്രശ്നം. ഹല്ലേലൂയ. ആ നിരപ്പ് നടന്നു എന്ന കാര്യം അറിയാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ പ്രസംഗിക്കേണ്ടത് എന്താ? നിരപ്പ് വന്നു എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞേ, നിരപ്പ് വന്നു എന്നുള്ളതാണ്. നിരപ്പ് വന്നു എന്നത് പ്രസംഗിക്കുന്നതിലൂടെ ശത്രുക്കളായിരുന്നവരെ പോലും തൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങളും ഞാനും വന്നതുപോലെ എത്തിക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. കരമതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. കണ്ടോ, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും. കണ്ടോ, ശരീരത്തിലാ നിരപ്പിച്ചേ. അപ്പൊ ശരീരത്തിലാകേണ്ടിയുണ്ട്. ശരീരത്തിലാ നിരപ്പിച്ചേ. അപ്പൊ ശരീരത്തിലായാൽ മാത്രം മതി. ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും. കണ്ടോ, ഇരുപക്ഷത്തെയും തന്നോട് നിരപ്പിച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അപ്പൊ ആ നിരപ്പ് നടന്നിരിക്കുകയാണ്. പക്ഷെ ആ നിരപ്പ് നടന്നു എന്നറിയാത്ത അത്രയും കാലം മിത്രങ്ങളായി തുടരാൻ കഴിയുകയില്ല, ശത്രുക്കളായിട്ട് തുടരാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആ നിരപ്പ് വന്നു എന്നത് പറയുന്നതിലൂടെ, ആ നിരപ്പ് വന്നു എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ശത്രുക്കളായിരുന്നു. എന്നാൽ ആ നിരപ്പ് വന്നു എന്ന് അറിഞ്ഞപ്പോ ശത്രുത മാറി മിത്രങ്ങളായി. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു. നാം അറിഞ്ഞതുപോലെ ഈ ശത്രുത മാറി മിത്രത വന്നു എന്നത് നാം അറിയിക്കുന്നതിലൂടെ ശത്രുക്കളായവർ മുഴുവൻ മിത്രങ്ങളായി മാറുകയാണ്. ഇത് സംഭവിച്ചു കാണാൻ യേശു കാത്തിരിക്കുന്നു. അതാ എബ്രായ ലേഖനത്തിൽ പറയുന്നേ, തൻ്റെ ശത്രുക്കളെ 10-ാം അധ്യായത്തിൻ്റെ 13-12 വാക്യങ്ങള്, തൻ്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം യേശു കാത്തിരിക്കുന്നു. യേശു കാത്തിരിക്കുന്നു. അതിനാണ് സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. യഥാർത്ഥ സുവിശേഷം നരകത്തിൻ്റെ ഭീകരതയല്ല. യഥാർത്ഥ സുവിശേഷം നിരപ്പ് വന്നു എന്ന് മനുഷ്യനെ അറിയിക്കുന്നതാണ്. യഥാർത്ഥ സുവിശേഷം നരകത്തിൻ്റെ ഭീകരതയല്ല. യഥാർത്ഥ സുവിശേഷം ദൈവം യേശുവിൻ്റെ മരണത്തിലൂടെ നിരപ്പ് വന്നു എന്ന് ലോകത്തെ അറിയിക്കുന്നതാണ്. ഇതറിയുന്ന മനുഷ്യൻ ശത്രുതയിൽ നിന്നിറങ്ങി മിത്രതയിൽ കയറുകയും കർത്താവിൻ്റെ കൂടെയുള്ള പുതിയ ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു. കരമടിച്ച് ഈ പുതിയ ജീവിതത്തിനായിട്ട് ഒന്ന് ശക്തിയോടെ യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. തിരിച്ചു വന്നാട്ടെ. ആ സംശയം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നിവാരണം വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്? ഈ നിരപ്പ് വന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഈ 13-ാം വാക്യത്തെ പറഞ്ഞിരിക്കുന്ന 13-14 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം നിരപ്പ് വരുത്തിയിട്ടോ അംഗീകരിച്ചിട്ടില്ലാത്തവർ നിരപ്പ് വന്നു എന്ന് അംഗീകരിച്ച് തൻ്റെ പാദപീഠമാകുവോളം എല്ലാം പ്രവർത്തിച്ച് കഴിഞ്ഞ യേശു ആ പ്രവൃത്തിയുടെ റിസൾട്ട് കാണാൻ, അതങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് വ്യാഖ്യാനം വരേണ്ടത്. എല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ യേശു ആ ചെയ്തു കഴിഞ്ഞ പൂർത്തീകരണ പ്രവൃത്തിയുടെ റിസൾട്ട് കാണുവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. തന്റെ ശത്രുക്കൾ, ഇന്ന് തന്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അടിവരയിടുക. ഏകയാഗത്തിൽ വിശ്വസിച്ചാണ് വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. ഏകയാഗത്തിൽ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ വിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം. വിശുദ്ധ പ്രവൃത്തികളാണ് വിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. യേശുവിൻ്റെ വിശുദ്ധീകരണമാണ് നിങ്ങളുടെ വിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനം.
ഹല്ലേലൂയ. ഏകയാഗത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഏകയാഗത്തിലുള്ള വിശ്വാസത്താൽ അല്ലാതെ വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റുകയില്ല. വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു കുറുക്കു വഴിയില്ല. വിശുദ്ധ പ്രവൃത്തി കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരുപദേശം. ഏകയാഗത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ടവനിൽ വിശുദ്ധി എന്ന പ്രവൃത്തി ഉണ്ടാകും. അത് ആ വിശുദ്ധീകരണത്തിൻ്റെ ഫലമാണ്. അല്ലാതെ വിശുദ്ധി പ്രവൃത്തിയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുകയല്ല. വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് വിശുദ്ധൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. മനസ്സിലാകുന്നതെന്ന് ചിന്തിക്കുന്നു. വിശുദ്ധരാകാൻ വേണ്ടി വിശുദ്ധ പ്രവൃത്തി ചെയ്യുകയല്ല. ഏകയാഗത്തിൽ വിശ്വസിച്ച് വിശുദ്ധരായതുകൊണ്ട് വിശുദ്ധ പ്രവൃത്തി ചെയ്യുകയാണ്. ആകാൻ വേണ്ടി ചെയ്യുന്നത് ശ്രമവും ആയതുകൊണ്ട് പുറത്തു വരുന്നത് ഫലവുമാണ്. ഹലോ, ഹല്ലേലൂയ. ആകാൻ വേണ്ടി ചെയ്യുന്നത് ശ്രമവും ആയതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഫലവുമാണ്. വാസ്തവത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ശ്രമത്തിലല്ല. ശ്രമമായിരുന്നു യാഗങ്ങൾ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഫലത്തിലേക്കാണ്. ഈ ഫലം നിങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. ആ മരണത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ മരണം നടന്നു എന്നതുകൊണ്ടായില്ല. മേശപ്പുറത്ത് എത്ര വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പി വെച്ചാലും ഈ ഉള്ളവൻ്റെ വിശപ്പ് മാറത്തില്ലേ? എന്തോ ചെയ്യണം? ചിലർ പറയാറുണ്ട്, ആ മണം ഇവിടെ എത്തിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എന്നാൽ പിന്നെ ഇനി ഉച്ചയ്ക്കൊന്നും കഴിക്കണ്ടല്ലോ. അല്ല, എങ്ങനെയാ അത്? അറിയാവുന്നവരെന്ന് പറഞ്ഞേ മേശപ്പുറത്ത് എത്ര വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പി വെച്ചാലും അത് കണ്ടാൽ വയറ് നിറയത്തില്ല. വയറ് നിറഞ്ഞു എന്ന് വേണേൽ പറയാം. പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വിശക്കാൻ തുടങ്ങും. എപ്പോൾ എൻ്റെ കൈ നീട്ടി, ഓ ഹല്ലേലൂയ, ഞാനതിനെ എടുത്ത് ഭക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആ കൈ നീട്ടി എടുത്ത് ഭക്ഷിക്കുവാൻ പ്രചോദനം നൽകുന്നത് കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നമ്മളതിനെ കൈ നീട്ടുന്നത്. ആ വിശ്വാസം കേൾവിയാണ് വരുന്നതാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്താലാണ് ഞാൻ അതിനോട് പ്രതികരിച്ചത്. ഇങ്ങനെ എടുത്ത് പ്രതികരിച്ച് ഭക്ഷിക്കുമ്പോഴാണ് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന ആശയം യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന ആശയമല്ല. സാൽവേഷൻ ഈസ് യൂണിവേഴ്സൽ വെൻ എ പേഴ്സൺ ബിലീവ് ഹിസ് സേവിയർ ഇൻ പേഴ്സണലി, when he accepts Jesus personally as his Lord and Savior. യൂണിവേഴ്സലി അത് വിശ്വസിക്കുമ്പം സാൽവേഷൻ യൂണിവേഴ്സൽ ആവും. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ക്രൂശിൽ നടന്നിരിക്കുന്നത് ഹല്ലേലൂയ യൂണിവേഴ്സൽ റിക്കൺസിലേഷൻ ആണ്. ആ റിക്കൺസിലേഷൻ നടന്നു എന്ന സദ്വർത്തമാനം പറഞ്ഞറിഞ്ഞിട്ടില്ലാത്തവരാണ് ദൈവത്തിൻ്റെ ശത്രുക്കൾ. അവരെ അത് പറഞ്ഞറിയിച്ച് ദൈവത്തിൻ്റെ മിത്രങ്ങളാക്കാനാണ് നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് നിങ്ങൾ ഞാനും കൈകാര്യം ചെയ്യുന്നത്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, യേശുവേ, ഇത്ര വലിയ പദവിയിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിക്കാട്ടെ. ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവരെ, ടി വിയിലൂടെ എന്നെ കാണുന്നവരെ, ഇൻ്റർനെറ്റിലൂടെ എന്നെ ശ്രവിക്കുന്നവരെ, ദയവായി ഈ സമയത്ത് നിങ്ങളൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ ആ വാഹനം നിർത്തിക്കാട്ടെ. ഒരു നിമിഷം ഒന്ന് പാർക്ക് ചെയ്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ടി വിയിൽ കാണുന്നവർ ദയവായി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ പ്രഭാതത്തിൽ ടെലിവിഷനിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇത് കേൾപ്പിക്കുമ്പോൾ ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇവിടെ എന്നെ വീക്ഷിക്കുന്ന മക്കൾ, ഞാനിത് സംസാരിക്കുന്ന മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വെച്ചാണ്. നിലമ്പൂർ എന്നെ കേൾക്കുന്ന മക്കൾ നെഞ്ചിലേക്ക് കരമൊന്ന് അമർത്തി വെച്ചാട്ടെ. എല്ലാ കരങ്ങളും നെഞ്ചിലേക്കൊന്ന് അമർത്തി വെച്ചാട്ടെ. എല്ലാ കരങ്ങളും നെഞ്ചിലേക്കൊന്ന് അമർത്തി വെച്ചാട്ടെ. ഹല്ലേലൂയ. സർവശക്തനായ യേശുവിനെ ഒരു നിമിഷം വിളിക്കുവാൻ തുടങ്ങിക്കാട്ടെ. യേശുവിന് ആരാധനയൊന്ന് കൊടുക്കുവാൻ തുടങ്ങിക്കാട്ടെ. പരിശുദ്ധനായ ദൈവമേ എന്നൊന്ന് വിളിച്ചേ. ആ നെഞ്ചിലേക്ക് കരം അമർത്തി വെച്ചൊന്ന് വിളിച്ചേ. മുഴുവൻ ലോകത്തെയും ദൈവം ക്രൂശിലൂടെ തന്നോട് നിരപ്പിച്ചിട്ട്, ഒന്ന് പറഞ്ഞേ, ദൈവമേ മുഴുവൻ ലോകത്തെയും ക്രൂശിലൂടെ തന്നോട് നിരപ്പിച്ചിട്ട് ആ നിരപ്പിന്റെ ശുശ്രൂഷ എനിക്ക് തന്നിട്ട് ശത്രുക്കളെ മിത്രങ്ങളാക്കുവാൻ എന്നെ ഈ ശുശ്രൂഷ ഭരമേൽപ്പിച്ചതിന് നന്ദി കർത്താവേ. എന്നിലൂടെ ഇത് ലോകം മുഴുവൻ പടരട്ടെ. ശത്രുക്കൾക്ക് അവകാശമില്ല, എന്നാൽ മിത്രങ്ങൾക്ക് ധാരാളം അവകാശം, പുത്രത്വത്തിന്റെ അവകാശം അതുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ കുടുംബങ്ങളിലേക്ക്, ഓരോ വ്യക്തികളിലേക്ക് ഇപ്പോൾ തന്നെ ഈ പുത്രത്വത്തിന്റെ അവകാശം വ്യാപരിച്ചു തുടങ്ങട്ടെ കർത്താവ്. വ്യാപരിച്ചു തുടങ്ങട്ടെ കർത്താവ്. ഇല്ലായ്മകൾ മാറിപ്പോട്ടെ, ശൂന്യതകൾ മാറിപ്പോട്ടെ. ശത്രുവിനോട് ശത്രുത്വമെങ്കിൽ മിത്രമായവനോട് ധാരാളം തുറന്നു കൊടുക്കുമെന്ന് ഇപ്പോൾ ഓരോ കുടുംബങ്ങളും അത് അനുഭവിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവര് വാതുക്കൽ മുട്ടുന്ന ഈ ദാസന്മാരല്ല,
വീടിനകത്ത് പ്രവേശിപ്പാൻ വിളിക്കപ്പെട്ട പുത്രന്മാരാകയാൽ ആ പുത്രത്വത്തിന്റെ തൻ്റെ ഇടത്തിൽ നിറയട്ടെ. കുടുംബങ്ങളെ അതിനായിട്ട് നിറയ്ക്കുന്നതിനായിട്ട് നന്ദി. വ്യക്തികളെ അതിനായിട്ട് നിറയ്ക്കുന്നതിനായിട്ട് നന്ദി. ഭയങ്കരമാകുന്ന കൃപ ഓരോ വീടുകളിലും പകരപ്പെടുമാറാകട്ടെ. ഓരോ മക്കളെയും അങ്ങ് സ്പർശിക്കുന്നതിനായിട്ട് നന്ദി. ഓ ഹല്ലേലൂയ. ഈ സമയത്ത് എനിക്ക് കാണാൻ കഴിയുന്നു, ശത്രുക്കളായിരുന്ന അനേകർ യേശുവിലൂടെ വന്ന നിരപ്പറിഞ്ഞുകൊണ്ട് ഇന്ന് ശത്രുക്കളാണെന്ന് അറിയാതെ കർത്താവിൻ്റെ മിത്രങ്ങളായി മാറുന്നതിലൂടെ പലരുടെയും തോളിൽ കൈയിട്ട്, ഓ ഹല്ലേലൂയ, പലരെയും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ആ കർത്താവിൻ്റെ മഹത്വം വീടുകളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലേക്ക് അത് വന്നു നിറയട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ ശത്രുത്വം വിട്ടുപോട്ടെ. സമാധാനം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് ശത്രുത്വമുണ്ട് എന്നല്ല വാക്യം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പ്രവേശനം ലഭിച്ച് മിത്രത്വം സ്വീകരിച്ചവർ, മിത്രന്മാരായി കഴിഞ്ഞവർ ആഘോഷിക്കാൻ തുടങ്ങിക്കോ. ഈ ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങൾ കൈതൊടുന്ന സകലത്തിലും ഉയർച്ച തന്നെ പ്രാപിക്കും. കാരണം നിങ്ങൾ ശത്രുക്കളല്ല, കർത്താവിൻ്റെ പ്രിയ മക്കളാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. മരണത്തിന് മുമ്പ് നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. 2015 വർഷം മുമ്പ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. അപ്പോൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നരക രാജ്യമാണ് വ്യക്തികളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണം ഗോൽഗോഥായിൽ നടന്നു കഴിഞ്ഞപ്പോൾ സർവ മനുഷ്യരെയും സാത്താന്റെ പിടിയിൽ കടന്ന്, സാത്താന്റെ നിയന്ത്രണത്തിൽ കടന്ന സകല വ്യക്തികളെയും ഈ ക്രൂശ് മരണം വഴി അതിനകത്തുനിന്ന് വിടുവിച്ചു. എന്നാൽ ഇത് എല്ലാ മനുഷ്യരും അറിഞ്ഞില്ല. ഇത് അറിഞ്ഞവർ ഇത് സ്വന്തമാക്കി. തൻ്റെ പുത്രന്റെ മരണം എന്നെ പിശാചിന്റെയും നരകത്തിന്റെയും പാപത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ആയിരുന്നെന്നും ആ മരണത്തിലൂടെ എന്നെ ദൈവ തേജസ്സിലേക്ക് നടത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ മക്കൾ സ്വന്തമായി സ്വീകരിച്ചു. അവരും അവരുടെ കുടുംബങ്ങളും രക്ഷ പ്രാപിച്ചു. ഇന്നിവിടെ പ്രഘോഷിച്ചത് തന്റെ പുത്രന്റെ ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, തന്റെ പുത്രനാകുന്ന യേശുവിന്റെ ദിവ്യ ബലിയിലൂടെ വിശ്വസിക്കുന്ന മക്കളെ എന്നേക്കുമായി പരിപൂർണരാക്കി മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചവരെയാണ് പരിപൂർണരാക്കിയിരിക്കുന്നത്. വിശ്വസിക്കാത്തവരെയും ദൈവം വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അവർ വിവരം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴും പാപികളായി തുടരുന്നു. വിശ്വസിക്കാത്തവരെയും എല്ലാവരെയുമാണ് തന്റെ പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ, മാനവ എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിച്ച എല്ലാവരെയും തന്റെ പുത്രന്റെ യാഗത്താൽ പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു കഴിഞ്ഞു, രമ്യതപ്പെടുത്തി കഴിഞ്ഞു. അവർ തമ്മിൽ യാതൊരു അകലവുമില്ല. എന്നാൽ വ്യക്തികൾ ഇത് തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുമ്പോഴാണ് ഈ ബലിയുടെ സമൃദ്ധി ഓരോരുത്തരും അനുഭവിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യം കേൾക്കാതെ വിട്ടുപോയാൽ ഈ ആശയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാതെ വരും. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ആരും എടുക്കേണ്ട, ദയവായി ഇത് കേട്ടാച്ചാൽ മതി. നിങ്ങൾക്കത് പിന്നെ വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു.
ഇതിനൊക്കെയും ദൈവം തന്റെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അവൻ ക്രിസ്തു മൂലം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചിട്ട് നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നുമിരിക്കുന്നു. എന്നിട്ട് 19-ാമത്തെ വാക്യം നോക്കിയേ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ശ്രദ്ധിക്കുക, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് കൂടുതൽ എന്നാ ഈ വാക്യത്തിന്റെ വ്യക്തതയുള്ള? ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചത് കൊണ്ടാണ് യേശു കാത്തിരിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായെന്നറിയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചത് കൊണ്ടാണ് യേശു കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ യേശു കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു കാത്തിരിക്കാൻ കാര്യം ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചത് കൊണ്ടാണ്. ഈ നിരപ്പിന്റെ വചനം സ്വീകരിച്ച നിങ്ങളും ഞാനും നിരുത്തരവാദിത്വം നടത്തിയാൽ ഈ നിരപ്പിന്റെ വചനം ഭരമേൽപ്പിച്ച അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരിലൂടെ ശത്രുക്കളെ തന്റെ പാദപീഠമാക്കും ദൈവം. ദൈവത്തിന്റെ നിരപ്പിനെ വിശ്വസിക്കാത്തവനാണ് ശത്രു. അവനെ പാദപീഠമാക്കുവാൻ ദൈവത്തിന്റെ നിരപ്പിന്റെ സത്യം വിളിച്ചു പറയാനായിട്ട് ഈ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്ക് തന്നിരിക്കുകയാണ്. 5-ാം അധ്യായം മുഴുവൻ അതാ വിശദീകരിക്കുന്നത്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം നിങ്ങളെ ഭരമേൽപ്പിച്ചു. 20-ാമത്തെ വാക്യം നോക്കിയേ. ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. 20-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ സ്ഥാനാപതികളായി യേശുവാ ചെയ്ത നിരപ്പിന്റെ ശുശ്രൂഷ അതിപ്പോ ചെയ്യുന്ന സ്ഥാനാപതികളായി ആൾക്കാരെ ദൈവത്തോട് നിരപ്പിക്കുന്ന പരിപാടി ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടി ഞങ്ങളെ പരമേൽപ്പിച്ചത് കൊണ്ടാണ് ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം ആ പാദപീഠമായിട്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്ത് കൊണ്ടുവരുന്നത് വരെ കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയത് അത് കരമടിച്ചൊന്ന് യേശുവിന് മാത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ യേശു ആത്മാവായി തീർന്നു. അതുകൊണ്ട് ആത്മാവിന് നടന്ന് സുവിശേഷം അല്ലെങ്കിൽ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തില്ല. അതാ അർത്ഥം. യേശു ആത്മാവിൽ വന്ന് നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്താൽ നിങ്ങൾ ഞാനും കാണത്തില്ല, അറിയത്തില്ല. അതുകൊണ്ട് യേശുവിന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ശരീരം വേണം. ഈ ശരീരത്തിലൂടാണ് ഈ കർത്താവ്, ഈ യേശു, ഈ പിതാവുമായിട്ടുള്ള നിരപ്പിന്റെ ശുശ്രൂഷ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ ശുശ്രൂഷ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളാ ഇന്നത് ചെയ്യുന്നേ. ശത്രുക്കളായിട്ട് നടക്കുന്നവരെ മിത്രങ്ങളാക്കുന്ന പരിപാടി ഞങ്ങളാ ഇപ്പൊ ചെയ്യുന്നേ. ഹലോ, ഞങ്ങളാ ഇപ്പൊ ചെയ്യുന്നേ. അതിനാ പട്ടണം തോറും സഞ്ചരിക്കുന്നേ, അതിനാ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഇത് സ്ഥാനാപതികളായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സ്ഥാനത്ത് നിന്ന്, ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുമായിട്ട് ദൈവത്തിന് യാതൊരു വിഷയവുമില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് യേശുവിലൂടെ വിളിക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിക്കുക. എന്തിനാണെന്നറിയോ? എന്നിട്ട് ദൈവം കാത്തിരിക്കുക. എന്തിനാ? ശത്രുക്കളെ തന്റെ പാദപീഠ വാക്കുവോളം. മനസ്സിലാകുന്നുണ്ട്? ശത്രുക്കളെ തന്റെ പാദപീഠ വാക്കുവോളം നിരപ്പിന്റെ ശുശ്രൂഷ കൂശിൽ ചെയ്തിട്ട് ആ കർത്താവ് കാത്തിരിക്കുക. ഈ ജോസിലൂടെ, എന്റെ ജോസൂട്ടി ഈ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുമെന്നാണ് കർത്താവിന്റെ. എന്റെ ജോസഫേട്ടൻ, എന്റെ ആ മകൻ, അവൻ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് വിചാരിച്ച് ശത്രുക്കളെ തന്റെ പാദപീഠത്തിലാക്കി മിത്രങ്ങളാക്കി കൊണ്ടുവരുന്നത് കാത്ത് യേശു ഇരിക്കുക. ഈ ശുശ്രൂഷ നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുക. യു ആർ കോൾഡ് ടു ദി മിനിസ്ട്രി ഓഫ് റിക്കൺസിലേഷൻ. നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. യേശുവേ കാണാൻ കഴിയുകയില്ലായിരുന്നു. ഒരു കണ്ണ്. ഏത് കണ്ണായിരുന്നു? ഇടത്തെ കണ്ണ് കാണാൻ കഴിയുകയില്ലായിരുന്നു.
ഇല്ല. ഹല്ലേലൂയ. എത്ര നാളായി ഇത് സംഭവിച്ചിട്ട്? 2 കൊല്ലം. എങ്ങനെയാ ഇത് സംഭവിച്ചത്? കേട് വന്നത് കണ്ടു സുഖേട്. ഇപ്പൊ ഒന്ന് വായിച്ചേ ഈ പേപ്പറിലുള്ളത്. ഇടത്തെ കണ്ണുകൊണ്ട് വായിച്ചാട്ടെ. ഇത് വായിച്ചേ. ആകയാൽ ലോകത്തിന് വന്നപ്പോൾ ഹനനയാഗവും വഴിപാടും നീ കൽപ്പിച്ചിട്ടില്ല. കരങ്ങളെ അടിച്ചുകൊണ്ട് 2 വർഷമായിട്ട് കണ്ണിൽ അസുഖം വന്ന് നഷ്ടപ്പെട്ടു പോയ കാഴ്ച ഇതാ കർത്താവ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ. യേശുവേ ആരാധന, ആരാധന. സഹോദരി സൗഖ്യം പ്രതീക്ഷിച്ചായിരുന്നോ ഇന്ന്? പ്രതീക്ഷിച്ചു. എവിടുന്നാ വരുന്നേ? എരുമമുണ്ട. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഞാൻ ഇന്നലെ ഇവിടെ വന്നായിരുന്നു. അപ്പൊ ഞാൻ മോളെ ഇന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട്. ചേച്ചി ഇന്നലെ സൗഖ്യമായ? അതെ അതെ അതെ. ചേച്ചി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്ന? ഇന്നലെ ഇവളെ വിളിച്ചപ്പോൾ അവള് വന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇവളെ വിളിച്ച് എന്തായാലും നീ വാ, നിനക്ക് കാഴ്ച തിരികെ ലഭിക്കുമെന്നും പറഞ്ഞ് അവളെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നതാ. ഭർത്താവിനോട് വരാൻ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ പോയി സൗഖ്യം പ്രാപിച്ചോ എന്ന് പറഞ്ഞു എന്നോട്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചെന്ന് യേശുവിന്. ഇന്നലെ ഈ അമ്മയെ യേശു സൗഖ്യമാക്കി. ആ അമ്മ 2 വർഷമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട ഈ മകളുമായി വന്നതാണ്. ആ മകളുടെ കണ്ണ് തുറന്ന് വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ. കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനായവനെ വന്ന് ആരാധിച്ചാട്ടെ നന്ദിയോടെ. എന്നാ സംഭവിച്ചേ? എന്നാ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ സംഭവിച്ചേ? കർത്താവിന്റെ മഹത്വം വന്ന് ഇറങ്ങി. ഓ, കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇതാ സാക്ഷ്യങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. സാക്ഷ്യങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. യേശു ജീവിക്കുന്ന പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്താ പറ്റി മോനെ? നിന്റെ അമ്മയ്ക്ക് എന്നാ പറ്റി? കേട്ടില്ല. വീണു, മോമിന് വീണു ബോള് പൊട്ടി. അത് ഓപ്പറേഷൻ ചെയ്തിപ്പോൾ കേടായി, നടക്കാൻ വയ്യ. 3 വർഷം കഴിഞ്ഞ് നടക്കത്തില്ല. യേശുവേ, പിടിക്കാൻ ബലമുണ്ടോ? യേശുവേ, ഈ കാലിലേക്ക് ശക്തി ഇറങ്ങട്ടെ. ഈ കാലിലേക്ക് മഹത്വം ഇറങ്ങട്ടെ. ഉയർത്തെഴുന്നേറ്റ നിതീഷ ഒന്ന് മാറ്റിക്കേ. യേശുവേ, ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. ഈ അമ്മ കാലി ചവിട്ടി നിൽക്കട്ടെ. 3 വർഷമായിട്ട് കിടക്കുന്നത് ഇന്ന് നടക്കട്ടെ. നിർത്തിക്കോ. കാലിന് ബലം വന്നു കഴിഞ്ഞു. കാലിന് ബലം വന്നു കഴിഞ്ഞു. ബലം വന്നു കഴിഞ്ഞു. നേരെ നിന്നോ, നേരെ നിന്നോ, നേരെ നിന്നോ. ചേട്ടൻ വിട്ടേരെ. ബലം വന്നു കഴിഞ്ഞു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. ഇതാ ചുമന്നുകൊണ്ട് വന്ന് അവിടെ നിൽക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥൻ എന്ന ആരാധന കൊടുക്കാൻ തുടങ്ങിക്കേ. 3 വർഷമായിട്ട് ചുമന്നുകൊണ്ട് നിന്നത് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥനെ. ഒന്ന് നടന്നേ, ഒന്ന് നടന്നേ, ഒന്ന് നടന്നേ. കാലെടുത്ത് വെച്ചേ, എടുത്തെടുത്ത് വെച്ചേ. കാലെടുത്തെടുത്ത് വെച്ചേ, കാലെടുത്തെടുത്ത് വെച്ചേ. വാ വാ, യേശുവിൻ്റെ നാമത്തിൽ വാ, യേശുവിൻ്റെ നാമത്തിൽ വാ, വാ 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 വാ. യേശുവാ വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ. പോട്ടെ പോട്ടെ പോട്ടെ. യേശുവാ വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ. പോട്ടെ പോട്ടെ പോട്ടെ. യേശുവേ എന്ന് വിളിച്ചു. കൈ രണ്ടും ഉയർത്തി പിടിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. പറക്ക വിളിക്കേ. കൈ ഉയർത്തി പിടിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. നടന്നേ നടന്നേ. തുള്ളിയും ചാടിയും കൊണ്ട് നടന്നേ. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് നടന്നേ. ചുമന്നുകൊണ്ട് വന്നതല്ലേ.
നിങ്ങൾ കണ്ടതല്ലേ? യേശു ജീവിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്താട്ടെ. മോനെ അവിടെ ഇരുന്നേ അവിടെ. യേശുവെ എന്ന് വിളിച്ച് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഓരോ മക്കളും പ്രാർത്ഥിച്ചേ. ഓരോ മക്കൾ കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. അഴിയുകയാണ് ശരീരത്തിൽ നിന്ന് ദുരാത്മ ബന്ധനങ്ങൾ. പൊട്ടി വീഴുകയാണ് ശരീരത്തിൽ നിന്ന്. വേഗത്തിൽ കൊണ്ടുവരിക അവരെ, വേഗത്തിൽ കൊണ്ടുവരിക. ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ നിൽക്കുക. എത്ര വർഷമായി? 4 വർഷം. 4 വർഷമായി. പ്രാർത്ഥിച്ചോ ബ്രദറെ. ഒരാൾ പിടിക്കാൻ വേണ്ടി വന്നേ, ഇതിനെ പിടിക്കാൻ വേണ്ടി ഒരാൾ വന്നേ. ഓടി വരച്ചേ. വലിയ ദൈവമകത്ത് ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി ഈ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പുറത്താക്കുന്നു. ഈ മകളുടെ ശരീരം ഫ്രീ ആകുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു നൽകിയ അധികാരത്തെ നിന്നെ ഞാൻ പുറത്താക്കുന്നു. 4 വർഷം കൊണ്ട് ആ ശരീരത്തെ ബന്ധിച്ച ദുരാത്മാക്കൾ ഇതാ ആ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞിളകിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേരെ. എന്നാ അവരെ സംഭവിക്കുന്നേ? ഇരുപത് വർഷമായിട്ടുള്ള ശ്വാസമുട്ടലുകൾ സൗഖ്യമാകുന്നു. ജോസ് ബ്രദർ എന്നെ കൊണ്ടുപോവാ. എന്നാ സംഭവിക്കുന്നേ അവിടെ? വേഗം കൊണ്ടുപോവാ. ഇതാ ശരീരത്തിൽ നിന്ന് പിശാചിന്റെ ബാധകൾ അഴിയുന്നത് നിങ്ങളൊന്ന് കണ്ടേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വം. ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് ഇളകുന്നത് നിങ്ങളൊന്ന് കണ്ടേ. കർത്താവിന്റെ മഹത്വം കയറിയിട്ട് ഇരുട്ടിന്റെ ശക്തികൾ ഓരോന്നായിട്ട് ആ ശരീരത്തിൽ നിന്ന് അഴിയുന്നത് നിങ്ങളൊന്ന് കണ്ടേ. യേശു ജീവിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ. എന്നതാ ജോസ് ബ്രദർ ഈ പ്രകാരം സംഭവിക്കുന്നേ? ഈ കൊച്ചന്റെ ഇവിടെ മുതൽ ഞരമ്പിന് താഴെ വരെ ബലഹീനമായി കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ ബലഹീനത അഴിഞ്ഞു. ആമേൻ. ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിനകത്തുള്ള ജീവൻ ആ ഞരമ്പിനകത്തൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആളിന് സൗഖ്യമായി കഴിഞ്ഞു. പൂർണ്ണ വിടുതൽ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞു. ബ്രദറെ, എന്തിനാ കരയുന്നേ? വേദനയുണ്ടോ ഇപ്പൊ അവിടെ കുനിഞ്ഞു നോക്കിയിട്ട്? ഉറക്കപ്പറ. വേദനയുണ്ടോ? ഇവിടെ അല്ലായിരുന്നോ വേദന? ഈ കാലിന്റെ ഇവിടം വരെ വേദനയല്ലായിരുന്നോ? ഇപ്പൊ ആ വേദന ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇവിടെ മുതൽ താഴോട്ട് കർത്താവ് സൗഖ്യമാക്കി. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഒന്ന് സ്വീകരിച്ചേ.